ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം ഓൺലൈനും ഓഫ്ലൈനുമാണല്ലോ. പഠനമല്ല, ടാക്സിയാണ്. നിയമവിരുദ്ധമായാണ് സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സികൾ പ്രവർത്തിക്കുന്നതെന്ന നിലപാട് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ആവർത്തിച്ചതോടെ ഡ്രൈവർമാർ ശരിക്കും കുരുക്കിലായിരിക്കുകയാണ്. നിരുത്തരവാദപരമായ പ്രസ്താവന മന്ത്രി തിരുത്തണമെന്ന് ഊബർ, ഓല ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നു. തൊഴിലെടുക്കാൻ സംരക്ഷണം വേണമെന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പറയുന്നു. സർക്കാർ അനുവാദമില്ലാതെയുള്ള ഓൺലൈൻ ടാക്സി സർവീസുകൾ പരമ്പരാഗത തൊഴിൽ മേഖലയെ തകർക്കാനെന്നാണ് ടാക്സി ഡ്രൈവർമാരുടെ വാദം. ആഷൻ ഡിയേഗോ നമുക്കൊപ്പം. ആഷൻ ഡിയേഗോ, വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. ഈ തൊഴിൽ തർക്കം അതെങ്ങനെയാണ് പരിഹരിക്കുക? മന്ത്രി ഒരു പൊസിഷൻ എടുത്തതോടുകൂടി ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിന് നിരത്തിലിറങ്ങുമ്പോൾ അടികൊള്ളുന്ന സാഹചര്യമാണ്. അവരുടെ ആശങ്ക എത്രത്തോളം മന്ത്രി അടക്കം കാണുന്നുണ്ട്? സുജിയ സൂചിപ്പിച്ചതുപോലെയാണ്. കാരണം ഇത് ഏറെ നാളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഓൺലൈൻ ടാക്സി തൊഴിലാളികളും അതുപോലെ തന്നെ ഊബർ സാധാരണ ഉള്ള ടാക്സി തൊഴിലാളികളും തമ്മിലുള്ള തർക്കം. കാരണം പ്രധാനമായും ഇവരുടെ കൂലി തർക്കം ആദ്യം മുതലേ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മൂന്നാറിലുണ്ടായ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ ഇത് അതീവ ഗുരുതരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗതാഗത ട്രാൻസ്പോർട്ട് കമ്മീഷണറും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും തമ്മിൽ ഒരു അടിയന്തര യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ കാര്യമായ തീരുമാനങ്ങൾ ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഈ ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ നിലവിൽ ഇപ്പോഴും പരിഹാരം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഓൺലൈൻ ടാക്സി സർവീസുകൾ റാപ്പിഡോ ഒഴികെയുള്ള ബാക്കി ഇപ്പോൾ ഊബർ ആണെങ്കിലും ഒലയാണെങ്കിലും ഇതെല്ലാം നിയമവിരുദ്ധമായാണ് ഓടുന്നത് എന്നുള്ള കാര്യമാണ് മന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കൂടി കണക്കിലെടുത്ത വലിയ തരത്തിൽ സാധാരണ ടാക്സി ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം ഇത് വലിയ രീതിയിൽ പ്രചരിക്കുകയും അതുകൊണ്ട് തന്നെ ഈ ഒലേ പോലെയുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ വഴിയിൽ തടയുന്ന സ്ഥിതിവിശേഷം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു പരിഹാരം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർ എങ്ങനെ പരിഹരിക്കും അതാണ് അറിയേണ്ടത്. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഇതിനൊരു നിയമപരമായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരുമോ എന്നതാണ് അറിയേണ്ടത്. അതിനെ നമുക്ക് കാത്തിരിക്കാം. കാരണം എല്ലാവർക്കും ജോലി ചെയ്യാനും ആ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാനും ഒക്കെയുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവർ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.